പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് പുതുപ്പള്ളി പള്ളിയിലേക്കോട് ചേർന്നുള്ള കല്ലറയിൽ എത്തിയിരിക്കുകയാണ് KC വേണുഗോപാൽ. വിവിധ നേതാക്കളൊക്കെ രാവിലെ തന്നെ എത്തുന്നുണ്ട്. T സിദ്ദിഖ്, മോൻസ് ജോസഫ് അടക്കമുള്ളവർ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തുകയാണ്. വിവിധ പരിപാടികളാണ് ഇന്ന് മൂന്നാം ചരമ വാർഷികമായ ദിവസം പാർട്ടിയും നാട്ടുകാരുമൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ പദ്ധതികളും ഒക്കെ ആരംഭിക്കുന്നുണ്ട്. ഇപ്പോൾ KC വേണുഗോപാൽ അടക്കമുള്ളവർ സന്ദർശനം നടത്തുകയാണ് പുതുപ്പള്ളിയിൽ. ഷിനോജ് ST ചേർത്തുണ്ട്. ഷിനോജ, കൂടുതൽ നേതാക്കളൊക്കെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് എത്തുന്നു പുഷ്പാർച്ചന നടത്താനായി. ഇന്ന് എന്തൊക്കെ പരിപാടികൾ, എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം കടന്നു പോവുക? ഈ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? മോദി സംസ്ഥാന കോൺഗ്രസിലെ ഒരു 70% നേതാക്കളും പുതുപ്പള്ളിയിലെ ഈ ഉമ്മൻചാണ്ടിയുടെ മൂന്നാം ചരമവാർഷിക ദിനത്തിൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി കല്ലറയിലെത്തി പ്രാർത്ഥിച്ച് മെഴുകുതിരികളൊക്കെ തന്നെ കത്തിച്ചതിന് ശേഷമാണ് നേതാക്കളൊക്കെ തന്നെ മടങ്ങുന്നത്. എന്തായാലും അവരെയൊക്കെ സംബന്ധിച്ച് ഒരു നികത്താനാകാത്ത വിടവ് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ വിയോഗം എന്ന് പറയുന്നത്. ഇപ്പോൾ മോദി സൂചിപ്പിച്ചതുപോലെ തന്നെ KC വേണുഗോപാൽ MP ഇവിടേക്ക് എത്തി പ്രാർത്ഥന നടത്തി. താഴെ അനുസ്മരണ യോഗം നടക്കുന്നത് പുതുപ്പള്ളി പള്ളിയുടെ തൊട്ട് മുൻപിലായിട്ടാണ്. അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. നിരവധി മന്ത്രിമാർ രാവിലെ മുതൽ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. മോൻസ് ജോസഫ് ഉണ്ട്, T സിദ്ദിഖ് ഉണ്ട്. അങ്ങനെ നിരവധി മന്ത്രിമാർ ഇവിടേക്ക് എത്തുന്നുണ്ട്. സിദ്ദിഖിൻ്റെയൊക്കെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയ നേതാക്കൾ ഒരാളായിരുന്നു T സിദ്ദിഖ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് യുവതലമുറയിൽ T സിദ്ദിഖ്, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, KM അഭിജിത്ത്, അങ്ങനെ നിരവധി യുവ നേതാക്കളെ രാഷ്ട്രീയത്തിലേക്ക് പിടിച്ചുകൊണ്ടുവന്നതിൽ വളർത്തിക്കൊണ്ടുവന്നതിലൊക്കെ തന്നെ ഉമ്മൻചാണ്ടിക്ക് വലിയ പങ്കുണ്ടായിരുന്നു. ഡൽഹിയിൽ വെച്ച് T സിദ്ദിഖിന് സീറ്റ് നൽകില്ല എന്ന് പറഞ്ഞ സമയത്ത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇരിക്കുന്ന മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഉമ്മൻചാണ്ടിയുടെ വാർത്തകളൊക്കെ തന്നെ നമ്മൾ നേരത്തെ പലതവണ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ സിദ്ദിഖുമായൊക്കെ തന്നെ വലിയ അടുത്ത ബന്ധം ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. ആ ഓർമ്മകളൊക്കെ തന്നെ അവർ ഇവിടെ എത്തുന്ന സമയത്ത് പങ്കുവെക്കുന്നതാണ്. രാവിലെ വിഷ്ണുനാഥ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലെ ഒരാൾ ഇത്തരത്തിൽ ഇവിടെ എത്തുമായിരുന്നില്ല എന്നൊക്കെ തന്നെ അവർ വളരെ കണ്ണു നിറഞ്ഞ് സംസാരിക്കുന്നതൊക്കെ തന്നെ നമ്മൾ രാവിലെ മുതൽ കേൾക്കുന്നതാണ്. അങ്ങനെ ഉമ്മൻചാണ്ടിയുമായി ഒരു ഹൃദയബന്ധം സൂക്ഷിച്ച നിരവധി നേതാക്കളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ അനുസ്മരണ യോഗം ഇവിടെ ആരംഭിക്കും. KC വേണുഗോപാൽ MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നിരവധി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള നിരവധി ജനക്ഷേമ പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ട വിതരണം, പ്രത്യേകിച്ച് സ്കോളർഷിപ്പ് വിതരണം, ചികിത്സാ സഹായ വിതരണം, അങ്ങനെ നിരവധി പദ്ധതികളൊക്കെ തന്നെ അതിലുണ്ട്. 12:30 മുഖ്യമന്ത്രി VD സതീശനും ഇവിടേക്ക് എത്തി പുഷ്പാർച്ചന നടത്തും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ഷിനോജ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൂന്നാം ചരമവാർഷിക ദിനമായി ഇന്ന് പുതുപ്പള്ളിയിൽ നിരവധി നേതാക്കൾ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. വിവരങ്ങൾ നൽകിയത് ഷിനോജാണ്.